നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ന്യൂ മൂണാണ്. അപ്പോൾ ന്യൂ മൂൺ പൊതുവായിട്ടുള്ളൊരു എനർജി നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. അതിന് ഈ ന്യൂ മൂൺ എങ്ങനെ അതിന് സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വേൾഡ് കാർഡാണ്. 10 of Swords വന്നിട്ടുണ്ട്. 9 of Wands വന്നിട്ടുണ്ട്. Knight of Swords വന്നിട്ടുണ്ട്. 7 of Swords വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. 5 of Wands, 4 of Pentacles, Lovers കാർഡ് വന്നു. 10 of Cups വന്നിട്ടുണ്ട്. പുതിയ തുടക്കമാണ്. ഇതിൽ ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ തുടക്കം ഇതിൽ ഇപ്പം കുറേ ഞാൻ ശ്രദ്ധിക്കുന്നു, കുറേ ആയുള്ള റീഡിങ്സിലെല്ലാം എൻഡിങ്ങും ബിഗിനിങ്ങും തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് വേൾഡ് കാർഡാണ്. അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് നമുക്ക് ഒരു നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നു എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം. ഇത് കുറേ കാര്യങ്ങൾ എൻഡായി പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത്. അപ്പം നിങ്ങളുടെ ഒരു കറണ്ട് എനർജി കുറച്ച് സ്ട്രഗിൾ ആണെന്ന് കാണുന്നുണ്ട്. ശരിക്കും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങളോട് ആരോ ഒന്ന് മത്സരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ആരോ ഒരു മത്സര ബുദ്ധിയോടെ കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ളവരോടൊരു മത്സരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പം ചില ആൾക്കാർ കുറേ താണു കൊടുത്തിട്ട് ജീവിതത്തിൽ പരാജയം മാത്രം കിട്ടിയ ആൾക്കാർ ഒന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതിൽ കാണുന്ന ആരൊക്കെയോ ചിലപ്പോൾ എല്ലാം വിട്ടുകൊടുത്ത് വേണ്ട, ആരോടും ഒന്നിനും പോണ്ട, നമ്മൾ തോറ്റുകൊടുത്താൽ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ ഇപ്പം തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഒരു റൊട്ടീനായി കഴിഞ്ഞിരിക്കുന്നു ഈ തോൽവി എന്നുള്ളതാണ്. അപ്പം അതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ളൊരു വാശിയോടെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു പൊതുവായിട്ട് ഇതിനകത്ത് കിട്ടിയ ഒരു എനർജി. നമുക്ക് നോക്കാം ബാക്കി. Queen of Wands, 7 of Cups, Tower, Page of Pentacles വന്നിട്ടുണ്ട്. 5 of Wands വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 of Pentacles വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൊതുവായിട്ട് കിട്ടിയത് നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു, നിങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ആ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ സ്റ്റോപ്പാക്കി നിങ്ങൾ മത്സരിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. അത് 5 of Wands നമ്മൾ ആ ഒരു സ്ട്രഗിളിങ്ങിൻ്റെ കാര്യം, ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് വീണ്ടും ആ ഒരു കാർഡ് തന്നെ വീണ്ടും വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ജയിക്കണം എന്ന് വിചാരിച്ചൊന്ന് ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആക്ഷൻ എടുത്തു തുടങ്ങിയെന്നാണ് കാണുന്നത്.
നിങ്ങളെല്ലാം വിട്ടുകൊടുത്ത ആൾക്കാരായിരിക്കും. കാരണം കുറേ കാലം കൊണ്ട് നിങ്ങൾ സ്റ്റക്കായിപ്പോയി, ഭയങ്കര പെയിനാണ്. കുറേ അധികം ആൾക്കാർക്ക് ശരിക്കും ഡിപ്രഷൻ ഉണ്ട് കേട്ടോ. അതിലൊരു 7 ഓഫ് സോഴ്സിൻ്റെ എനർജി ഒക്കെ വന്നിട്ടുണ്ട്, 9 ഓഫ് വാൺസും വന്നിട്ടുണ്ട്, 10 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഡിപ്രഷനാണ്, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്തോ നിങ്ങൾ വളരെ വിഷമത്തോടെ നിങ്ങൾ വിട്ടുകളയുന്നു എന്ന് കാണുന്നുണ്ട്. എന്താണ് നിങ്ങൾ വിട്ടുകളയുന്നതെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഇപ്പോഴും അത് പ്രിയപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ വിട്ടുകളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വിട്ടുകളഞ്ഞൊരു കാര്യമല്ല. ഇപ്പോഴും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയുന്നു. വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം തൽക്കാലത്തേക്ക് വിട്ടുകളയുന്നു എന്ന് കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് ഇമോഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നതൊരു ഇത് 4 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തിലുള്ള കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് മതിയാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ ശരിക്കും ഒരു പാസ്റ്റിൽ നിങ്ങൾ എന്തോ ആരെയോ ഭയപ്പെട്ടിട്ടിരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഏതോ സാഹചര്യത്തെയോ ഏതോ വ്യക്തികളെയോ നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. നിങ്ങൾ അനങ്ങാതിരുന്നു എന്നുള്ളതാണ്. ഒരു ശ്വാസം വിടാൻ പോലും പറ്റാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ശരിക്കും പെട്ടെന്നൊരു ചേഞ്ചാണ് ഈ ഒരു ക്യൂർ ഓഫ് സോഴ്സ് പറയുന്നത്. ശരിക്കും ആക്റ്റീവായി എന്നുള്ളതാണ്. നിങ്ങൾ ആക്ഷൻ എടുത്തു, നിങ്ങൾ ശരിക്കും ആക്റ്റീവായി എന്ന് കാണുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ. 7 സോഴ്സിൻ്റെ എനർജിയാണ്. പക്ഷെ അത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജയിക്കണം. ഇതിൽ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കണ്ടത് നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് ഒരു ഓവറോൾ ഈ റീഡിങ്ങിൻ്റെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതായിരിക്കട്ടെ അത്. ഇപ്പോൾ ഇതിൽ ഒരു ചീറ്റിംഗ് വരുന്നത് മറ്റുള്ളവരാണ് ജയിച്ചെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ തന്നതൊക്കെ എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ജയിക്കണം എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ജസ്റ്റിസ്, നിങ്ങൾക്ക് നീതി വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് നീതി വേണം, ഇതുവരെയും നിഷേധിച്ച നീതി അത് നിങ്ങൾക്ക് അത് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ വേൾഡ് കാർഡും ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. അത് ഒരു പ്രണയത്തിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ അത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും നിങ്ങളത് തൽക്കാലത്തേക്ക് വിട്ട് കളഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾ. ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇതിലൊരു യൂണിയനാണ്. നിങ്ങൾ ബ്രേക്കപ്പിലായിരുന്നവരാണോ അതോ പുതിയ ആൾക്കാരാരോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു, അതൊരു ഹാപ്പി ഫാമിലി ആയി എന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരും ഉണ്ട്, അതങ്ങനെ സംഭവിച്ച് കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കുറേ ചോയ്സ് ഉണ്ട്, കൺഫ്യൂഷനാണ്. ഇപ്പോൾ പലർക്കും ഒരു ഡിപ്രഷനും ഉണ്ട്, ചില ആൾക്കാർക്കൊക്കെ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് വാൺസും ക്യൂൻ ഓഫ് സോഴ്സും കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ എന്താണോ പാസ്റ്റിൽ ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് ആ ഒരു തരത്തിലാകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വിട്ടുകളയാൻ പറ്റിയിരുന്നെങ്കിൽ, അത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളത് വിട്ട് കളഞ്ഞു, നിങ്ങൾ ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരിക്കലും പറ്റുമെന്ന് വിചാരിച്ച കാര്യമായിരിക്കില്ല ഈ ഒരു കാര്യം, പക്ഷെ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷനാണ് പറഞ്ഞല്ലോ, നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലാണത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ വിനിയോഗിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. എത്രയാണോ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകും. അതും അങ്ങനെയും പറയാട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചീറ്റിംഗ് തന്നെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാർ ഇതിനകത്തുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് 2 ഓഫ് സോഴ്സും 2 ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാണോ ജഗിൾ ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് കാര്യമാണോ വെയിറ്റ് ചെയ്തിരുന്നത്, എന്താ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്ന്, പൂർണ്ണമായും ആ ഒരു കാര്യം എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ
പാസ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്കത് റിയാലിറ്റിയിലോട്ട് വരുന്നുണ്ട്. പിന്നെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലേക്ക് അറിയാതെ വരുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കതിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ ചിലപ്പോൾ ഒരു പ്രണയമായിരിക്കാം, ഇതിൽ ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്നതായിരിക്കാം ഈ ഒരു പ്രണയം തിരിച്ച് നിങ്ങളിലേക്ക് വന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. ആ പ്രാർത്ഥനയുടെ ഫലം വരുന്നു എന്നുള്ളതാണ്. പലരും പുതിയ കാര്യങ്ങൾ തുടങ്ങി വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ തുടങ്ങിയവർ, അല്ലെങ്കിൽ സ്വയം ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു കാണുന്നുണ്ട്. സ്റ്റാറാണ്. അപ്പോൾ നിങ്ങൾ ടവറും വന്നിട്ടുണ്ട്, സ്റ്റാറും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു ശരിക്കും നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു മുറിവുകളൊക്കെ ഉണങ്ങി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു, നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ വല്ല ഒരു കൗൺസിലിംഗ് സെഷനൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ റേക്കി ഹീലിംഗ്, അതുപോലെ എന്തെങ്കിലും ആക്സസ് ബാർ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹീല് ചെയ്തിട്ടുണ്ടായിരിക്കാം, സെൽഫ് ഹീലിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ ഹീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഹീല് ചെയ്യിപ്പിച്ച് നിങ്ങൾ ട്രാൻസ്ഫോം ആയി എന്നാണ് ഇത് കാണുന്നത്. എന്തായാലും ഹീലിംഗ് നടന്നു കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു തൻ്റെടവും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഡയറക്ഷൻ മാറ്റി, നിങ്ങൾ പാസ്റ്റിൽ പോയിക്കൊണ്ടിരുന്നിടത്തേക്കല്ല ഇപ്പം നിങ്ങൾ പോണത്. നിങ്ങളുടെ ഡയറക്ഷൻ വേറെ സ്ഥലത്തേക്ക് തിരിച്ചു വിട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ വേറെ സ്ഥലത്തേക്ക് കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ ഫുൾ സമയവും ഏതെങ്കിലും ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും, നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ജോലിയെക്കുറിച്ച് മാത്രം ആലോചിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വിട്ടിട്ട് എനിക്ക് ആ ജോലി ഇല്ലെങ്കിലും എനിക്ക് വേറൊരു നല്ല ജോലി കിട്ടും വിചാരിച്ചിട്ട് നിങ്ങൾ ആ വേറെ കാര്യത്തിന് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയ ആൾക്കാർക്ക് നിങ്ങൾ അതും വിട്ടുകളഞ്ഞു, പൂർണ്ണമായും വിട്ടുകളഞ്ഞപ്പോഴായിരിക്കും അത് നിങ്ങളിലേക്ക് വന്നത്. അതും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മത്സരം, അത് ഇപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. ചില ആൾക്കാർ ഒരുപാട് തോറ്റുപോയ ആൾക്കാരാണ്. പലതവണയും തോറ്റ് പിന്നെ എപ്പോഴും അവർക്ക് ജയിക്കണം എന്നൊരു തോന്നൽ വന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്. ശരിക്കും ഒരുപാട് സഹിക്കുന്ന, ഒരുപാട് ക്ഷമിക്കുന്ന, ആരോടും മത്സരത്തിനില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന കുറേയധികം ആൾക്കാർ. എനിക്ക് ആരോടാണ് മത്സരിക്കുക, കാരണം ഇത് നിങ്ങൾ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലായ ആൾക്കാർക്ക് പലർക്കും മത്സര ബുദ്ധി വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ്, ഒരുപാട് സഫർ ചെയ്ത ആൾക്കാരാണ്. എന്തും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പക്ഷെ പെട്ടെന്നൊരു ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട് അവർക്ക്. ഇല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ സ്ഥലത്തേക്ക് എത്തിയേ പറ്റുള്ളൂ, ഇവരോടൊക്കെ മത്സരിക്കണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. എന്തായാലും എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. എന്തായാലും ഇത് കുറേ കാര്യങ്ങൾ എൻ്റെയായി, നിങ്ങൾ പുതിയ തുടക്കം വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂ മൂണിൽ ശരിക്കും ഒരു നിങ്ങൾ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാലോ. ന്യൂ മൂൺ, ഫുൾ മൂൺ ആ സമയത്താണ് ശരിക്കും നമ്മുടെ മനസ്സിനെ ശരിക്കും നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സമയമാണത്. ഇമോഷൻസ് നമ്മളെ ശരിക്കും ഇല്ലാതാക്കി കളയും. പലരും ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയി, കുറേയധികം ആൾക്കാർ അതിൽ മുന്നോട്ട് പോയാണ് അവർക്ക് ഈ ഒരു തൻ്റെ ഇടമൊക്കെ വന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഞാനൊരു ജനറലായിട്ട് റീഡിങ് എടുത്തതാണ്. നിങ്ങളുടെ ഈ ന്യൂ മൂൺ എനർജി എന്തായിരിക്കും, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തായിരിക്കും, നെക്സ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ സമയം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എത്ര നെഗറ്റിവിറ്റിയിലും നമുക്കൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റണം, അല്ലെങ്കിൽ എന്നാലേ അത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും ഓർമ്മ വയ്ക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.